നമസ്കാരം. ചില സസ്യങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. കാരണം ഇവ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ അനുകൂലമായ ഫലങ്ങൾ, പോസിറ്റീവായ ഊർജങ്ങൾ പ്രദാനം ചെയ്യുവാൻ സാധിക്കും. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവത്തെ തടയുവാൻ സാധിക്കുന്ന സസ്യങ്ങൾ കൂടിയാണ് ഇവ. ഞാൻ ഈ പരാമർശിക്കുന്ന സസ്യങ്ങൾ വീടുകളിൽ തഴച്ച് വളരുകയാണ് എങ്കിൽ, നന്നായി പിടിച്ചു വരുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. കാരണം ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്നും ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്ന സൂചന തന്നെയാണ്. അതിനാൽ പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ, അത് ധനപരമാകാം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള വിജയങ്ങളാകാം, മനസമാധാനമാകാം, മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലം ആയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഏതെല്ലാമാണ് ആ സസ്യങ്ങൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ സസ്യം കറിവേപ്പാണ്. എന്നാൽ കറിവേപ്പുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പരാമർശിക്കുവാനുള്ളത്. കറിവേപ്പ് ധാരാളമായി പിടിച്ചു വരുന്നതിനെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. കറിവേപ്പ് ഒരു വീട്ടിൽ പിടിക്കുക എന്നതാണ്. നടുകയാണ് എങ്കിൽ അവ വളർന്ന് വരുന്നതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എല്ലാ വീടുകളിലും കറിവേപ്പ് നടുകയാണ് എങ്കിൽ വളരണം എന്നില്ല. പല വീടുകളിലും പല തവണ ശ്രദ്ധിച്ച് പരിപാലിച്ചാൽ പോലും ഇപ്രകാരം കറിവേപ്പ് വളർന്നു വരണം എന്നില്ല, പിടിക്കണം എന്നില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം, അല്ലെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് നല്ല കാല സമയത്ത് തീർച്ചയായും കറിവേപ്പ് ആ വീടുകളിൽ വളർന്ന് വരുന്നതാണ്. എന്നാൽ ധാരാളമായി പൂക്കുന്നത് ദോഷകരവുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ കറിവേപ്പ് പിടിച്ചു വരുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. എന്നാൽ കുടുംബത്തിലുള്ള ഒരു അംഗം നട്ടു വളർത്തുന്നത് ശുഭകരമല്ല. വീടുമായി ബന്ധമില്ലാത്ത പുറത്തു നിന്നുള്ള ഒരു വ്യക്തി കറിവേപ്പ് വളർത്തുന്നതാണ് അഥവാ നടുന്നതാണ് ഏറ്റവും ശുഭം. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. എന്നാൽ കറിവേപ്പ് എവിടെയാണ് നടേണ്ടത്, ആ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. പടിഞ്ഞാറ് ദിശയിൽ അതിർത്തിയോട് ചേർന്ന് നിങ്ങൾക്ക് വളർത്താം, ഏറ്റവും ശുഭമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അധികം സ്ഥലമില്ല എങ്കിൽ അതിർത്തി തിരിച്ചതിന് ശേഷം കറിവേപ്പ് പടിഞ്ഞാറ് ദിശയിൽ വളർത്താവുന്നതാണ്. അതിൽ തെറ്റുള്ളതല്ല. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന് തുളസിയാണ്. തുളസി ഒരു വീട്ടിൽ നടുകയും ആ വീടിന് ചുറ്റും അല്ലെങ്കിൽ നട്ട ഭാഗത്താണ് എങ്കിലും ധാരാളമായി പിടിച്ചു വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. പ്രത്യേകിച്ചും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയാണ്. കാരണം ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം ആ വീടുകളിൽ വന്ന് ഭവിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന സൂചനയാണ്. ധാരാളം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കാരണം ആ വ്യക്തികൾക്ക്, ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. നാൾക്ക് നാൾ വർദ്ധിക്കും. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രകടമാകും എന്നതാണ് വാസ്തവം. മറ്റൊന്ന്, പ്രധാനമായും ആ വീട്ടിലെ അംഗങ്ങൾക്ക് പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കും എന്നതാണ്. നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത ഇവർക്ക് കൂടുതലാകുന്നു. അതിനാൽ തീർച്ചയായും തുളസി ധാരാളമായി പിടിക്കുന്നു എങ്കിൽ ശുഭകരമാണ് കാര്യങ്ങൾ. സാധിക്കുന്നവരാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ചിത്രമുണ്ട് എങ്കിൽ നിത്യവും ഒരു തുളസി ഇല ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുക. അതീവ ശുഭകരമാണ്. ഇനി സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ നിത്യവും തുളസിമാല കെട്ടി ചാർത്തുന്നത് ഏറ്റവും വിശേഷമാണ്. സാധിക്കാത്തവർ ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചാർത്തുവാൻ ശ്രമിക്കുക. മഞ്ഞളിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. കാരണം ദേവിയുമായി, സാക്ഷാൽ ഭഗവതിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു സസ്യം കൂടിയാണ് മഞ്ഞൾ. ദേവിക്ക് വളരെ വിശേഷപ്പെട്ടതായ ഒന്ന്. മഞ്ഞൾ ചെടി നിങ്ങൾ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ
അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ആ വീടുകളിൽ നൽകും. കാരണം നെഗറ്റീവ് ഊർജങ്ങൾക്ക് ആ വീടുകളിൽ തങ്ങി നിൽക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ വീടുകളിൽ മഞ്ഞൾ വളർത്തുകയും അവ പൂക്കുകയും ചെയ്യുകയാണ് എങ്കിൽ മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ നട്ടു വളർത്തുന്നതായ ചെടികൾ എല്ലാം പിടിക്കുന്നു എങ്കിൽ അത് അതീവ ശുഭകരവും അമ്മയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതുമാണ്. എന്നാൽ എവിടെയാണ് നടേണ്ടത്, എപ്രകാരം നടണം എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും ഒരു ദിശയിൽ നട്ടു വളർത്തിയതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല, മറിച്ച് പ്രതികൂലമാകാം. അതിനാൽ അനുകൂലമായ ദിശയായി പരാമർശിക്കുന്നത് പടിഞ്ഞാറ് ദിശയാണ്, ഉത്തമമാകുന്നു. മറ്റൊരു ദിശ കിഴക്ക് ദിശയാണ്. ഈ രണ്ട് ദിശകളിൽ നിങ്ങൾ വളർത്തി നോക്കൂ. തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ നിറയും. പ്രധാനമായും പോസിറ്റീവായ ഊർജത്തെ ആ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയിലും പ്രതിഫലിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മറ്റൊന്ന് കറ്റാർവാഴയാണ്. കറ്റാർവാഴയെക്കുറിച്ച് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ കറ്റാർവാഴയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കറ്റാർവാഴ വീടുകളിൽ പൂക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാകുന്നു. കാരണം ധാരാളം വളരുന്നു എങ്കിൽ, പൂക്കുന്നു എങ്കിൽ ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നു എന്നർത്ഥമാക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനമാകാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ ധനമാകാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ കറ്റാർവാഴ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ നൽകും. മറ്റൊന്ന് മുക്കുറ്റിയാണ്. ദശപുഷ്പങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകത മുക്കുറ്റിക്കുണ്ട്. മുക്കുറ്റി അതിനാൽ വീടുകളിൽ അത് ഒരെണ്ണമാണ് എങ്കിലും വളരുന്നുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമാണ്. ഭാഗ്യം അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അത്തരം ഫലങ്ങളും വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുക, ആ വീടുകളിലുള്ള വ്യക്തികൾക്ക് ഊർജ്ജസ്വലത വന്നു ചേരുക, പ്രവർത്തിക്കാനുള്ള ഊർജം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ മുക്കുറ്റി വീടുകളിൽ പ്രധാനമായും കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ധാരാളമായി വളരുന്നു എങ്കിൽ അത് ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതീവ ശുഭകരമാണ്. മറ്റൊന്ന് മുല്ലയാണ്. മുല്ലയ്ക്ക് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. കാരണം വീടിന്റെ ഉള്ളിൽ വളർത്തുവാൻ സാധിക്കുന്ന സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കും, ഐക്യം വർദ്ധിപ്പിക്കും, കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അതിനാൽ വീടിന്റെ ഉള്ളിൽ നട്ടു വളർത്തുവാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അതല്ല എങ്കിൽ വീടിന്റെ പുറത്താണ് എങ്കിലും പടിഞ്ഞാറ് ദിശയിൽ വളർത്തുക. അതീവ ശുഭകരമായ ഫലം നൽകും. ആ വീടുകളിൽ സാക്ഷാൽ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം കടന്നു വരും. നാൾക്കുനാൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നെഗറ്റീവ് ഊർജത്തിന് ആ വീടുകളിൽ നിലനിൽക്കുവാൻ സാധിക്കില്ല. പോസിറ്റീവായ ഊർജം ആ വീടുകളിലേക്ക് പ്രദാനം ചെയ്യും. അത്തരത്തിൽ നിരവധിയാർന്ന പ്രത്യേകതകൾ മുല്ലയ്ക്കുണ്ട്. മറ്റൊന്ന് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് ഏറ്റവും ഉത്തമമാണ് മണി പ്ലാന്റ് വീടുകളിൽ വളർത്തുന്നത്. ധാരാളമായി വളരുന്നു എങ്കിൽ മഹാഭാഗ്യവും ധനപരമായ നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്നതാകുന്നു. മറ്റൊന്ന് നീല ശംഖുപുഷ്പമാണ്. ഏവരുടെയും വീടുകളിൽ ശംഖുപുഷ്പം ഉണ്ടാകണം എന്നില്ല, വളരണമെന്ന് പോലുമില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി വളരുന്നു എങ്കിൽ അത് ഭാഗ്യത്തെയും ഈശ്വരാനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതാകുന്നു, ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. ഒറ്റ സംഖ്യയിൽ പൂക്കുകയാണ് എങ്കിൽ മഹാഭാഗ്യമാണ്. ഒറ്റ സംഖ്യയിൽ പിടിക്കുന്നു എങ്കിലും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. അതിനാൽ നീല ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ ആ വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരും.
വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും ഇതേ ഫലം തന്നെയാണ് ലഭിക്കുക. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും. അത് ധന നേട്ടങ്ങളിലേക്കോ മറ്റ് നേട്ടങ്ങളിലേക്കോ നിങ്ങൾക്ക് വഴിയൊരുക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഒറ്റ സംഖ്യയിൽ പിടിക്കുകയാണ് എങ്കിൽ, പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കരുതുന്നത്. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം ഒരു വെള്ള ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. വീടുകളിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഇതിൽ തുളസി, മുല്ല, ശംഖുപുഷ്പം എന്നിവ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വീടുകളിലുള്ള ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സമർപ്പിക്കുന്നതും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷമാകുന്നു. ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ മാത്രമേ കൊണ്ടുപോകാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.